പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സസ് 25 and 26. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാക്യം അതിൻ്റെ അർത്ഥം ആഴത്തിൽ നമുക്കറിയാമെങ്കിൽ ഒരു കുടുംബത്തിലും വഴക്കുണ്ടാകത്തില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകത്തില്ല. അപ്പനും മക്കളും തമ്മിൽ വഴക്കുണ്ടാകത്തില്ല. അമ്മയും സഹോദരങ്ങളും തമ്മിൽ വഴക്കുണ്ടാകത്തില്ല. അതായത് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ക്ഷമ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ വായിച്ച ആ വാക്യത്തിലേക്ക് നിങ്ങൾ വായിക്കുന്ന ബൈബിള് തന്നെ എടുത്ത ആ വാക്യമൊന്ന് വായിച്ചേച്ച് അതൊന്ന് ശ്രദ്ധയോടെ നോക്കിക്കേ. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് പോലും പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പം എന്താ പഠിപ്പിച്ച്? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ നീ ഞങ്ങളുടെ കുറ്റങ്ങളും കടങ്ങളും ഒക്കെ ക്ഷമിച്ചു തരണമേ, അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മുടെ നേരെ തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ദൈവത്തിനെതിരെ ചെയ്ത തെറ്റ് ദൈവം നമ്മോട് ക്ഷമിക്കുമോ? വെയിറ്റ് ദൈവ പൈതലേ. യേശു കർത്താവ് ഇങ്ങനെയാണോ പറയുന്നത്? നീ നിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നീ നിൻ്റെ കൂട്ടാളിയോട് ക്ഷമിച്ചില്ലെങ്കിൽ എന്തു പറ്റും? ഒരു എറ്റേണൽ ഫൊർഗീവ്നെസ് നിനക്ക് നഷ്ടപ്പെടുക. നിൻ്റെ അവകാശം പിന്നെ നരകമല്ല എന്തായിരിക്കും? ഇറ്റേണൽ സാൽവേഷൻ, യേശു കർത്താവിൻ്റെ മരണം അവൻ നമുക്ക് വേണ്ടി വഹിച്ചതുകൊണ്ട് നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടുക. അതിനകത്ത് എന്തെങ്കിലും നമ്മൾ പ്രവർത്തിക്കേണ്ടി വന്നോ? ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു എനി വർക്ക് ദാറ്റ് വി ഡു, ഇൻക്ലൂഡിങ് ഫോർ ഗിവിങ് അതേഴ്സ്. എന്തെങ്കിലും നമ്മൾ ചെയ്തോ? നമ്മൾ ബോൺ അഗെയിൻ ആണെങ്കിൽ നാം ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. താത്കാലികമായി നമുക്ക് ഇവിടെ ജീവിക്കാനൊരു സമയം ദൈവം തന്നിരിക്കുക. എന്നാൽ അൺഫോർഗീവ്നെസ്സിൻ്റെ ആ കോൺസിക്വൻസസ് ഉണ്ടല്ലോ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മെ ടോർമെൻറ്റ് ചെയ്യും. വെയറാസ് ദ കോൺസിക്വൻസ് ഫോർ റിജക്റ്റിംഗ് ക്രൈസ്റ്റ് ഈസ് ടോർമെൻറ്റ് ആഫ്റ്റർ വി ഡൈ. ബോൺ അഗെയിനായിട്ടുള്ളവർ, യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവർ ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അക്കോർഡിംഗ് ടു ജീസസ്, നമ്മൾ ക്ഷമിക്കാനായിട്ട് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഗോഡ് ഹാസ് സ്റ്റോപ്ഡ് ഫോർ ഗിവിങ് അസ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മത്തായി 6 മത്തായി 8 18 ഒക്കെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ക്ഷമിക്കാതിരിക്കുവാണെങ്കിൽ ദൈവത്തിന് നമുക്കെതിരെ ചില ഗ്രീവൻസസ് ഉണ്ടെന്നേ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് ഈ വാക്യത്തിൻ്റെ പ്രാധാന്യം നല്ലവണ്ണം അറിയാം. കാരണം താൻ സ്നേഹിച്ച സ്വർഗത്തിൻ്റെ മുകുടമായ യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അതുകൊണ്ടാണ് അവൻ അയച്ചത്. അതുകൊണ്ട് പെയിൻഫുള്ളായിട്ടുള്ള ടോർമെൻറ്റ്സ് വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ്റെ കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹിസ് ജോയ്, ഹിസ് ലവ്, ഹിസ് പീസ്, ഇതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്തേ, അതെല്ലാം നമ്മുടെ ഉള്ളിലേക്കൊന്ന് കയറട്ടെ. പക്ഷേ പലരെയും നോക്കിയാലും ഒരു അകത്തേക്കുള്ള പ്രവേശനത്തിന് ഒരു വഴി കാണുന്നില്ല. ഞാൻ ഒരു സംഗതിയെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്ന് സംസാരിച്ചു കൊള്ളട്ടെ. ഫോർഗീവ്നെസ് ഈസ് നോട്ട് എ സിൽവർ ബുള്ളറ്റ് ദാറ്റ് ക്യാൻ മാജിക്കലി സോൾവ് ഓൾ അവർ പ്രോബ്ലംസ് ആൻഡ് സഫറിങ്. സത്യം എന്തെന്ന് വെച്ചാൽ there is no way to know exactly
വാട്ട് സഫറിങ് ഈസ് കണക്റ്റഡ് ടു യുവർ അൺഫോർഗീവ്നെസ് അൺടിൽ യു ഫോർഗീവ്. സത്യം എന്താണെന്ന് വെച്ചാൽ നാം ദൈവത്തെ പോലെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് നാം ഒരു ഫോർഗീവർ ആയിരിക്കണമെന്ന്. ദൈവം നമ്മളോട് എല്ലാ പാപങ്ങളെയും ക്ഷമിക്കട്ടെ. അൺഫോർഗീവ്നെസ് വന്ന് വാതിലടച്ച് നമുക്ക് പ്രാപിപ്പാനും എൻജോയ് ചെയ്യാനുമുള്ള പല നന്മകളെയും നമ്മിൽ നിന്ന് അകറ്റി അടച്ച് മാറ്റാതിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രാപിപ്പാൻ പ്രിയ ദൈവത്തിലെ നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പറ്റുമോ? ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അൺഫോർഗീവ്നെസ് ഉണ്ടെങ്കിൽ വാസ്തവമായി നാം അനുഭവിക്കേണ്ടി വരുന്ന വേദനാജനകമായ ചില കോൺസിക്വൻസസ് ഉണ്ട്. നമുക്ക് തോന്നും നമ്മുടെ അൺഫോർഗീവ്നെസ് നമുക്ക് മറച്ചു വെക്കാം. പക്ഷേ ഞാൻ പറയട്ടെ മക്കളെ, വി ആർ ടെറിബിളി റോങ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ആ അൺഫോർഗീവ്നെസ്സിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ, സഫർ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലിടയാകും. എന്നാൽ നമ്മുടെ ഹൃദയം ജെന്യുവിൻ ആൻഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോർഗീവ്നെസ്സിന് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ട ഹൃദയമായിരിക്കണം. മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അതുമൂലമുള്ള സംരക്ഷണം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയും. എന്നാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നമ്മുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും. പക്ഷേ എപ്പോഴും അത് നെഗറ്റീവായിരിക്കും അതിൻ്റെ ഉത്തരം. ദൈവം അത് എന്തുകൊണ്ടാണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ കംഫർട്ടാണ് അവൻ്റെ ആഗ്രഹം. അതവൻ ഒത്തിരി നമുക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നാം എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സ്നേഹനിധിയായ ഒരു പിതാവ് തൻ്റെ ബിലവഡ് ചിൽഡ്രൻ ഒരിക്കലും ടോർമെൻറ്റഡ് ആകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. യേശു കർത്താവും അതുതന്നെയാണ്. ഇത് ഒരു ഇഷ്യൂ ഓഫ് ഡിസിപ്ലിൻ തന്നെ, അല്ലാതെ പണിഷ്മെൻ്റ് അല്ല. ദൈവം നമ്മെ പഠിപ്പിക്കുക. ചിലപ്പോൾ നമുക്ക് അത് ഹാർഷായിട്ട് തോന്നും. എന്നാൽ അവൻ നമ്മെ അതിൽ കൂടെ നടത്തുന്നത്, അവൻ നമ്മെ മോട്ടിവേറ്റ് ചെയ്യുക. നാം അവനെപ്പോലെ ആയിത്തീരാൻ വേണ്ടി അവൻ നമ്മെ ട്രെയിൻ ചെയ്യുക. അതോർത്തോണം. പ്രൈസ് ഗോഡ്. പിന്നെ നമ്മുടെ അൺഫോർഗീവ്നെസ് മുഖാന്തരം നാം അനുഭവിക്കാൻ വെച്ചിരിക്കുന്ന കഷ്ടതകളിൽ നിന്ന് അവന് ഫൊഗീവ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന ഉപകാരം എന്നാണെന്നറിയാമോ? ഈ ടോർമെൻറ്റിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ തക്കണോ നമുക്കൊരു വഴി ഒരുക്കി തരിക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷമിക്കുവാനുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ തരണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു വ്യക്തി ചിലത് ക്ഷമിക്കുവാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ എത്ര പേര് അത് മുഖേന അതുമായിട്ട് കണക്റ്റഡായിട്ടുള്ള, ആ വിഷയവുമായിട്ട് കണക്റ്റഡായിട്ടുള്ള എത്ര പേര് ദുഃഖിക്കുന്നുണ്ടെന്നറിയാമോ? അവരുടെ ഉറക്കം കെടുന്നുണ്ടെന്നറിയാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ നീരസവും, എല്ലാ കയ്പും, എല്ലാ അകൽച്ചയും, എല്ലാ പിണക്കവും മാറിപ്പോട്ടെ. പ്രൈസ് ഗോഡ്. കർത്താവ് ക്ഷമിക്കുന്നതിനെക്കുറിച്ച് എത്ര ഉദാഹരണം, എത്ര പാരബിൾസ് താൻ സുവിശേഷങ്ങളിൽ തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് രാജാതിരാജാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം എന്നുള്ള വലിയൊരു റെവലേഷൻ ദൈവം നമുക്ക് തരട്ടെ. ദിസ് ഈസ് ഗോഡ്സ് റാഡിക്കൽ റെവലേഷൻ. ഏതാ? forgive others so you won't have to undergo painful discipline. വേണോ കുഞ്ഞേ? പെയിൻഫുള്ളായിട്ടുള്ള ഡിസിപ്ലിൻ, ഒരു ശിക്ഷണം നിൻ്റെ ജീവിതത്തിൽ നടക്കണോ? വേണ്ട. forgive others and yourself so you can live in freedom, joy and peace. ആദ്യം ദൈവം നമ്മോട് പറഞ്ഞാൽ നമുക്കങ്ങ് അനുസരിക്കാം, നമുക്കങ്ങ് forgive ചെയ്യാം. ബാക്കി കാര്യം ദൈവം അപ്പം നമുക്ക് വേണ്ടി നോക്കും. പ്രൈസ് ഗോഡ്. നമ്മൾ സഫർ ചെയ്യുന്നവന് ഒരിക്കലും ഇഷ്ടമില്ല. നമ്മൾ സഫർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നവനോട്ട് സന്തോഷവുമില്ല. പ്രൈസ് ഗോഡ്. അത് അവനെയും വേദനിപ്പിക്കും. കാരണം ദൈവം സ്നേഹമാകുന്നു, അല്ലേ? അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. God wants us to forgive.
അതിനുവേണ്ടി ദൈവം നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ചില അനുഭവം നിമിത്തം കയ്പുണ്ട് കർത്താവേ, പിണക്കമുണ്ട് കർത്താവേ. ഞങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാൻ നീ സമ്മതിക്കരുതേ. എത്രയും പെട്ടെന്ന് ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച്, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ച്, സ്വസ്ഥതയുള്ളൊരു ജീവിതവും എല്ലാ സഫറിങ്സിൽ നിന്ന് വിടുതലുള്ളൊരു ജീവിതം നയിപ്പാൻ തക്കണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.